Hi guys, welcome back to our YouTube channel, Dinu's Vlog and Allu's Vlog. വൈകുന്നേരമായപ്പോഴത്തേക്കും ഞാനും അല്ലിക്കുട്ടിയും കൂടി ഈവനിങ് വാക്കെന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അല്ലിക്കുട്ടി ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ വീഡിയോയിൽ കാണിക്കുന്നോ അതുപോലൊക്കെ മാക്സിമം അല്ലിക്കുട്ടിയും കാണിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ ഹായ് പറയുകയാണെങ്കിൽ അല്ലിക്കുട്ടി ഹായ് പറയുന്നു, വീഡിയോയിൽ ടാറ്റ കാണിക്കുകയാണെങ്കിൽ അല്ലിക്കുട്ടി ടാറ്റ കാണിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്ന എന്തും കോപ്പിറൈറ്റായിട്ട് അല്ലിക്കുട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നടന്നിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഗാർഡനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ സൈഡിലുള്ള ഈ ഒരു ചെടി കാണിക്കണം നിങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓടിപ്പോയി ആ ചെടിയുടെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ ചെടി. ഇതിനകത്ത് ഇങ്ങനെ വലിയ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊരു മീഡിയം രീതിയിൽ ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പൂവിൻ്റെ മൊട്ടല്ല കേട്ടോ ഇപ്പം ഞാൻ ഈ തൊട്ട് കാണിക്കുന്നത്, വേറെ പൂവിൻ്റെ മൊട്ടാണ്. ഈ ഒരു പൂവിൻ്റെ മൊട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതല്ലാണ്ട് ചെറിയ മൊട്ടുകൾ കാണുമല്ലോ, അതൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇവിടുത്തെ വെയിൽ കാരണമാണെന്ന് തോന്നുന്നു ഒരു പൂ ഇതുപോലെ വാടി കരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇവിടുത്തെ ചൂട് ഇത്രയും ഉണ്ട് ഗായ്സ്, എൻ്റെ പൊന്നോ. പിന്നെ ഇത് റോഡിൽ കൂടെ പഞ്ഞിമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് പഞ്ഞിമിഠായി അല്ല, സോനപ്പോപ്പടിയായിരുന്നു. ഞാൻ ചമ്മിപ്പോയി. അപ്പോൾ എന്തായാലും ടപ്പോ എന്ന് പറഞ്ഞ് ഗാർഡനിൽ നിന്നൊരു സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക മരം ഒടിഞ്ഞു വീണിട്ടുണ്ട് ഗൈസ്. ഫുള്ളായിട്ട് ഒടിഞ്ഞു വീണു. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരു കുട്ടിയും കൂടി വീണ്ടും ഉള്ളിലേക്ക് പോയ സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഭാഗ്യത്തിനാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിലേക്ക് ഈ ഒരു മരം വീഴാതിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്ന ഉടനെ തന്നെ അല്ലിക്കുട്ടി അമ്മയുടെ തോളിൽ കയറി ഇരിക്കുകയാണ്. ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അമ്മ എനിക്ക് എന്തോ ഒരു ഐറ്റം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു സ്റ്റേഷനറി ഐറ്റംസ് ആയിരിക്കുമെന്ന്. പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് ഫുഡാണ് കണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലെങ്കിലും ഒരു മീഡിയമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡായിരുന്നു. പപ്സും സമൂസയും കുഴപ്പമില്ലായിരുന്നു. അച്ചാമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഷെയർ ചെയ്ത് ഞാനും കഴിച്ചു. പപ്സ് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഗൈസ്. എത്ര നമ്മൾ നീറ്റായിട്ട് കഴിക്കാൻ നോക്കിയാലും ആ പപ്സിൻ്റെ പൊടിയൊക്കെ തറയിൽ കാണും. ഒരു പൊടിയെങ്കിലും കാണാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ ഫുള്ള് പപ്സിൻ്റെ പൊടിയായിരുന്നു തറയിൽ. അപ്പോൾ പിന്നെ ഞാൻ ചൂലൊക്കെ എടുത്തോണം തൂക്കുമായിരുന്നു. ഡൈനിങ് ടേബിളിൽ നിന്ന് തൂത്ത് കൊണ്ടുവന്ന് അവസാനം അടുക്കളയിൽ വരെ ഞാൻ തൂത്ത് കൊണ്ടുവന്നു. പിന്നെ എന്തായാലും വീടും കൂടി ഫുള്ളൊന്ന് തൂക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. പിന്നെ ഞാൻ വേസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ വീടിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് സന്ധ്യ ആയതുകൊണ്ടാണ് അല്പം ഇരുട്ടൊക്കെ ആയിട്ടുള്ളത്. എനിക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പേടിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കയറി വീടിനകത്തേക്ക്. പിന്നെ നല്ല കൊതുകുമാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഗാർഡനിലേക്ക് പോയി. എനിക്കാണെങ്കിൽ സങ്കടമാവേണ്ടത് ഇത് കണ്ടിട്ട്. പക്ഷേ അച്ചാമ്മയ്ക്കാണ് കേട്ടോ കൂടുതൽ സങ്കടം. കാരണം ഇപ്പം തന്നെ പുതിയതായിട്ട് കൊണ്ടുവച്ച ഒരുപാട് ചെടി ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെയാണ് ഈ മരം വന്ന് വീണിരിക്കുന്നത്. പക്ഷേ ഈ മുരിങ്ങയ്ക്ക മരം എൻ്റെ പൊന്നു ഗായ്സ് ലക്ഷക്കണക്കിനൊന്നും അല്ല, എന്നാലും നല്ല മുരിങ്ങയ്ക്കൊക്കെ തരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഫുള്ളായിട്ട് ഒടിഞ്ഞു വീണു. ഇതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ സൈഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ ഇത് ആ സെൻറ്റർ പോർഷനിൽ നിന്നാണ് ഈ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അങ്ങ് ഉള്ളിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, കാരണം നല്ല ഇരുട്ടാണ് കേട്ടോ. ഇവിടെ പോസ്റ്റിൽ വെട്ടം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ വെട്ടമുണ്ട് കേട്ടോ. പിന്നെ അച്ചാമ്മ എല്ലൂസും കൂടി ഇവിടെ നിന്ന് ഉള്ളിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലിക്കുട്ടി ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാമ്മയാണെങ്കിൽ ഗാർഡനിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അല്ലിക്കുട്ടിയും അച്ചാമ്മയുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോസ്റ്റിലെ വെട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റിലെ വെട്ടം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാടും ഭയങ്കര വെട്ടമായിരിക്കും. നമ്മുടെ ഗാർഡനിൽ വെട്ടമില്ലാത്ത സ്ഥലത്തൊക്കെ നന്നായിട്ട് വെട്ടം അടിക്കും കേട്ടോ ഈ ഒരു പോസ്റ്റ്. കാരണം നല്ല വെട്ടമാണെന്ന് വെച്ചാൽ നല്ല വെട്ടമാണ്. നമ്മുടെ റൂമിലേക്ക് ഡയറക്റ്റ് ഈ ലൈറ്റ് അടിക്കുന്നത്. നമ്മുടെ റൂമിലെ മെയിനായിട്ടുള്ള ലൈറ്റ് ഒന്ന് ഓണാക്കേണ്ട ഈ പോസ്റ്റിൻ്റെ വെട്ടം മതി. ഞാൻ റോഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു അങ്കിളാണെങ്കിൽ ഒരു ക്യൂട്ട് ബേബീനെ ഇങ്ങനെ സൈക്കിൾ ഓട്ടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഹായ് ഒക്കെ കാണിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബേബിയുടെ മുഖമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒരാളുണ്ട്. ഇവിടെ പിന്നെ പറയണ്ടേ, ഏത് സമയവും എന്നെ അള്ളിയും കടിക്കുകയും പിച്ചയും നുള്ളിയൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നാലും നമ്മുടെ അല്ലിക്കുട്ടി ക്യൂട്ട് ബേബി അല്ലേ, ചക്കുട് മുത്തല്ലേ.
പിന്നെ അതേ ഈ മരം വീണ സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പോസ്റ്റിനകത്തുള്ളൊരു ലൈൻ കമ്പി ഇതുപോലെ ചരിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഏതോ ഒരു ഇലക്ട്രോണിക് ഐറ്റമിൻ്റെ ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. പക്ഷെ നമ്മുടെ വീട്ടിൽ കറണ്ടിൻ്റെ സംഭവങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല, നോർമലായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ പിന്നെ എൻ്റെ മാമൻ വന്നിട്ട് എവിടെ വീണേന്നൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ. കൂടെ അച്ചാമ്മയുണ്ട്. ഈ സന്ധ്യ സമയത്തൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വല്ല ഇഴജന്തുക്കളൊക്കെ കടിക്കില്ലേ, വീട്ടിൽ പോയി കൂടെ പേടിയൊന്നും ഇല്ലേന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. പക്ഷെ ഇവിടെ അച്ചാമ്മയുണ്ട്, പിന്നെ എൻ്റെ മാമനുണ്ട്, പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടല്ലോ. കുരുത്തക്കേട് കാണിക്കണ നമ്മളെ അല്ലുകുട്ടിയുണ്ട്. ഇപ്പം ഞാൻ വലിയ വാചകം അടിച്ചു നേരത്തെ, പോസ്റ്റിൽ ഭയങ്കര വെട്ടമാണ്, എല്ലായിടത്തും വെട്ടം കിട്ടുന്നു. പക്ഷെ ചില സൈഡിലൊന്നും വെട്ടമില്ല കേട്ടോ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് അല്ലുകുട്ടി ഇവിടെ സൈഡിലിരുന്ന് മെറ്റിൽ കളിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മെറ്റിലെടുത്ത് വായി വെക്കുന്നുണ്ട്. ഞാൻ അതിന് അടിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെറുതായിട്ട് മുഖമൊക്കെ വാടിയിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്തായാലും പോസ്റ്റിൻ്റെ നല്ല പോണ വെട്ടമുണ്ട് കേട്ടോ. അയ്യേ ചമ്മിപ്പോയേ, ഇവിടെ പോസ്റ്റിൻ്റെ വെട്ടമല്ല, ഇവിടെ ഞാൻ ലൈറ്റ് ഇട്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അല്ലുകുട്ടിയും കൊണ്ട് പിന്നെ കുറച്ച് നേരം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ അച്ചാമ്മ ഈ വെട്ടത്തോട്ട് വന്നപ്പോൾ അച്ചാമ്മ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. പിന്നെ അവിടെ മാമൻ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മരൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റിയിടുമായിരിക്കും. അച്ചാമ്മയ്ക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല, ചെടിയിലോട്ടൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. കണ്ടില്ലേ, ചെടിയിൽ നിന്നൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ടോ. മാമനും അച്ചാമ്മയും കൂടി ചെടിയിൽ നിന്നൊക്കെ ആ ഒരു മരം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുന്ന ഇതെല്ലാം മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ലൈൻ കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം നമുക്ക് നോക്കണം. നമ്മൾ ഇലക്ട്രിസിറ്റീൻ്റെ അവിടെ നിന്ന് വിളിക്കണം കേട്ടോ. ഇനി അവർ വന്നിട്ട് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച് ഇവിടെ ഇരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ ആ സമയം കിട്ടിയ സമയം മുതലെടുത്ത് ഞാൻ കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് എടുക്കുമായിരുന്നു കേട്ടോ. നല്ല വെട്ടം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് റോസാപ്പൂ ചെടിയുടെ അടുത്തോട്ടൊന്നും അധികം മരം വീണിട്ടില്ല, പക്ഷെ വീണിട്ടുണ്ട് കേട്ടോ, ഒരുപാടൊക്കെ വീണിട്ടുണ്ട്. അതിൻ്റെ കൊമ്പൊക്കെ വന്ന് കൊണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. ഞാൻ ദൈവമൊക്കെ കാണിച്ച് ഡണ്ണൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. പിന്നെ അതേ ഇപ്പം കണ്ട ഈ ഒരു ഹാപ്പിനെസ് എന്തിനാണെന്ന് അറിയുമ്പോൾ, നമ്മുടെ വയനാട് ജില്ലേനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ പിരിവിന് വേണ്ടിയിട്ട് വന്ന കുറച്ച് അങ്കിളുമാരും ആൻറ്റിമാരും കേട്ടോ, ഒരു മുത്തശ്ശിയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളെ കഴിയുന്ന സഹായം വയനാടിന് വേണ്ടിയിട്ട് ചെയ്യണം. എല്ലാവരും വയനാടിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതേ അങ്കിളുമാരും ആൻറ്റിമാരും ഓരോ വീട്ടിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വന്നപ്പോൾ എനിക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മയും 500 റുപ്പീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മുടെ ഗാർഡനിലെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ പനിയല്ല ചുമ, അപ്പം ചുമയ്ക്ക് എനിക്ക് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 മരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് ചുമ കൂടും ഗൈസ്. ഞാൻ 3 ദിവസമായി ഇപ്പോൾ സ്കൂളിൽ പോയിട്ട്. അപ്പം എന്തായാലും ഉരുൾപൊട്ടലിൽ ഒരുപാട് ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളായി കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നമ്മൾ വയനാടിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരുപാട് പേര് സോപ്പായാലും ഡ്രസ്സായാലും കുട്ടികളുടെ സ്നഗ്ഗീസ് ആയാലും പാഡായാലും ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രസ്സായാലും ഒരു ക്യാമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമ്പിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കഴിയുന്ന മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം വയനാട്ടിലേക്ക് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഭയങ്കര ഒരു സാഡായിട്ടും ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ ഒരു വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീൻ, പക്ഷേ നിങ്ങൾക്കിത് വെറും ഒരു സീനാണെങ്കിലും പക്ഷേ എനിക്കത് ലൈഫിൽ തന്നെ ഏറ്റവും സാഡും ഹാപ്പിയും ആയിട്ടുള്ളൊരു മൂമെൻ്റാണ്. ആ മൂമെൻ്റാണ് ഗേസ് ഇപ്പം ഞാൻ ഈ ഒരു വോയിസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൻറ്റിമാരും അങ്കിളുമാരും പിന്നെ ഒരു അമ്മുമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വയനാടിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലും വന്നു. അപ്പോൾ അമ്മ ഓൾറെഡി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു 500 റുപ്പീസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സേവിങ്സൊക്കെ എൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെപ്പാട് 20 അല്ല 100 റുപ്പീസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 100 റുപ്പീസ് എവിടെയോ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് മറന്നുപോയി എവിടെയാണ് വെച്ചേന്നുള്ളത്.
അപ്പോൾ ഞാനത് മറന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തു. ഞാൻ പെട്ടെന്ന് പോയിട്ട് ബൈക്കിൻ്റെ കീ എടുത്തുകൊണ്ട് വന്ന് ബൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ഡിക്കി ഓപ്പൺ ആക്കി. എന്നിട്ട് അതിനകത്തൊരു 20 റുപ്പീസ് ഞാൻ അമ്മയുടെ ബൈക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ വയ്യാത്ത, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2.20 ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മമ്മയ്ക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു 20. അപ്പോൾ ഇത് ഞാൻ ബൈക്കിൽ തന്നെ ഇട്ടതാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പം യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു 20 റുപ്പീസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി ഗൈസ്. അപ്പോൾ ഞാൻ ആ എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ 20 റുപ്പീസ് ഇട്ട് ആ അങ്കിളിനും ആൻറ്റിക്കൊക്കെ കൊടുത്തു. ഇത് ഞാൻ തരുന്ന എൻ്റെ വയനാടിന് വേണ്ടിയിട്ട് ഞാൻ തരുന്നതാണെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് അത് മാത്രമായിരുന്നു. അപ്പം ഞാൻ അത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അമ്മ 500 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ ചെയ്ത്. അപ്പോൾ എന്നിൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് വയനാടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. പക്ഷെ ഞാൻ ചെയ്തു കൊടുത്ത ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് എൻ്റെ അമ്മയ്ക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ആ വന്ന ആൻറ്റിമാരായാലും അങ്കിൾമാരായാലും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇങ്ങനെ ഫണ്ട് ഞാൻ ആ വഞ്ചിക്കകത്ത് ഇടുന്ന പോലെ ഒരു ഫോട്ടോയും അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻറ്റിമാരും അങ്കിൾമാരും പറഞ്ഞു ഇതുപോലെ ഓരോ കുട്ടികളും ഇങ്ങനെ തന്നെ നന്നായി വളർന്നു വരിക എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോയത്. എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷമായി. എന്തായാലും നിങ്ങളും എല്ലാവരും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉരുൾപൊട്ടലിൽ പോയ ഒരുപാട് ജനങ്ങളുണ്ട്. അവരെല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. അതോടൊപ്പം തന്നെ നിങ്ങളായി കഴിയുന്ന ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ സഹായങ്ങൾ നിങ്ങൾ വയനാട്ടിലേക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. നമുക്ക് വയനാട്ടിലേക്ക് പോകുന്നതൊന്നും സേഫ് അല്ല. അതുകൊണ്ട് അവിടുത്തെ എന്തോ ഒരു ക്യാമ്പ് ഉണ്ട്, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടയാ. അപ്പോൾ എന്തായാലും ആ ക്യാമ്പിൽ എത്തിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്യുക വയനാടിന് വേണ്ടിയിട്ട്. കാരണം നമ്മളെപ്പോലെ ഓരോ ജീവനാണ് അവിടെ ഉള്ളത്. എന്നാലും മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യണം വയനാടിനെ. ഞാനൊരു കൊച്ചാണ്, പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ അത് വലിയവരെ പോലെ സംസാരിക്കുന്ന, പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം എനിക്ക് പോലും സങ്കടം വരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വയനാടിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അമ്മയ്ക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും വയനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഷോപ്പ് ചെയ്തിട്ട് വയനാടിന് ചെയ്യണം കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സാലറി കിട്ടും ആ സമയത്ത് ഞാൻ വയനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കൂടി ഞാൻ ഈ ഒരു കണ്ടിട്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. വയനാടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടം വരും ഗൈസ്. കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ അല്ലിക്കുട്ടീനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അല്ലിക്കുട്ടീൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞു മക്കളാണ് ആ വയനാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെയെങ്കിലും ആ ഒരു സത്യം പറഞ്ഞാൽ അല്ലിക്കുട്ടിയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയാലോ എൻ്റെ പൊന്നു ഗൈസ്, ന്യൂസൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകും. കാരണം ഭയങ്കര സങ്കടമാണ്. സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു ഗൈസ് കരഞ്ഞു പോവും. അത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യമാണ് ഈ ന്യൂസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാടിൻ്റെ അവസ്ഥ ഭയങ്കര രൂക്ഷമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് വയനാടിന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള എല്ലാ മൂഡും പോയി ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ സീ യു.